പിമ്പിൾസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് യൂഷ്വലി ചോദിക്കുന്ന ചില സംശയങ്ങൾ, മിൽക്ക് പ്രൊഡക്ട്സ് യൂസേജ് ചെയ്യുന്നത് കൊണ്ടാണോ പിമ്പിൾസ് വരുന്നത്? പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ പിമ്പിൾസ് കൂടുന്ന ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പാൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും മോക്കൊരു വരുന്നില്ല. അപ്പം അതിൽ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ജെനറ്റിക്സ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, സിബം പ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ. അതുപോലെ വേറൊരു സംശയമാണ് താരൻ ഉള്ളത് കൊണ്ട് മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഈ താരൻ ഉള്ളത് കൊണ്ട് മുഖക്കുരു വരാം എന്നുള്ളത് ശരിക്കൊരു തെറ്റാണ്. അപ്പോൾ താരനും മുഖക്കുരും ഒരേ ടൈമിൽ വരാം. കാരണം രണ്ടിനും ഫ്ലെയർ അപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കൂടുതൽ സെബം പ്രൊഡക്ഷന്, സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ കൊണ്ടുവരാം. അതുപോലെ ചില പേഷ്യൻസ് ചോദിക്കുന്നതാണ്, ഹൈജീൻ കുറഞ്ഞത് കൊണ്ടാണോ പിമ്പിൾസ് വരുന്നത്? അങ്ങനെ എന്നിട്ട് ഒരുപാട് പ്രാവശ്യം മുഖം കഴുകുന്നവരുണ്ട്. അപ്പം അതിൽ ഹൈജീൻ ഒരു ജസ്റ്റ് ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ 2 പ്രാവശ്യമൊക്കെ മുഖം കഴുകിയാൽ മതി. കൂടുതൽ ടൈം മുഖം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് പോയിട്ട് അത് കൂടുതൽ മുഖക്കൊരു ഫ്ലെയർ അപ്പ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പം വേറെ ചില പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടീനേജേഴ്സിൽ മാത്രമാണോ ആക്നെ കാണുന്നത് എന്നുള്ളത്. കുറച്ച് പ്രായമുള്ളവർ വന്നിട്ട് എന്താ ഈ പ്രായത്തിൽ എനിക്ക് എന്തുകൊണ്ട് ആക്നി വരുന്നത് പറഞ്ഞ പോലെ തന്നെ ആക്നിക്ക് പല റീസൺസ് ഉണ്ട്. അതിൽ ഹോർമോണൽ റീസൺസ് ഒക്കെ ചിലപ്പോൾ 25 ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ആവും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പം 25 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 10% ഫീമെയിൽസ്, 3% മെയിൽസിനൊക്കെ വരാമെന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഹോർമോണൽ കാര്യങ്ങൾ ഏത് ഏജിലും വരാവുന്നതുമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രാവശ്യം കാണിച്ചു, ഒരു 1 മന്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ സിംഗിൾ സിറ്റിങ്ങിനെ കൊണ്ട് ക്യൂർ കിട്ടുമെന്നാണ് പല പേഷ്യൻസും വിചാരിക്കുന്നത് ആക്നിക്ക്. അതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഈ മുഖക്കുരു എന്ന് പറയുന്നത് ഒരു പ്രായത്തിന്റെയും കൂടെ അസുഖമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഹോർമോണൽ ചേഞ്ചസും സിബം ഒക്കെ വരുന്ന ആ ഒരു ടീനേജിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്നെ ഉണ്ടാവും. പക്ഷെ അതിനെ കൂടുതലാവാതെ നിലനിർത്താനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ത്രൂ ഔട്ട് തന്നെ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ഒരു 10-20 വയസ്സ് വരെയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലാക്കേണ്ട, പിമ്പിൾസ് എന്ന ജസ്റ്റ് ഒരു സ്കിന്നിന്റെ മാത്രം അസുഖമല്ല, അതൊരു ഇന്റേണൽ ഒരു അവസ്ഥയുടെ ഒരു പുറത്തേക്കുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.